ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. ശ്രീകൃഷ്ണ ജയന്തി എന്നാൽ ആഘോഷങ്ങളുടെ ദിനമാണ്. നാടെങ്ങും കണ്ണന്മാരും ഗോപികമാരുമൊക്കെ നിറഞ്ഞാടുന്ന ദിനം. ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒരുമിച്ച് വരുന്ന ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തിയായി നാം കൊണ്ടാടുന്നത്. അതുകൊണ്ട് തന്നെ അഷ്ടമി രോഹിണി എന്നും ഈ ദിനം അറിയപ്പെടുന്നുണ്ട്. ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയാണ് ശ്രീകൃഷ്ണൻ പിറന്നത് എന്നാണ് വിശ്വാസം. അതിനാൽ അന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ നടത്താറുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ജന്മാഷ്ടമി സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ നമ്മളും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞിക്കണ്ണനെയൊക്കെ ഒരുക്കി അമ്പലത്തിലോട്ട് പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വൈകിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുടെ ആഭിമുഖ്യത്തിൽ ശോഭായാത്രകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ശോഭായാത്രയിൽ പങ്കെടുക്കാൻ ഞങ്ങളും കുഞ്ഞിക്കണ്ണനായിട്ട് ഒരുങ്ങി അമ്പലത്തിലേക്ക് പോയിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനു മുമ്പ് ആൾ ഡ്രസ്സും മാലയൊന്നും ഇടാൻ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. എന്നാലും കുഞ്ഞ് അവിടെ ചെന്ന് എല്ലാവരെയും കണ്ടപ്പോൾ കുഞ്ഞിക്കണ്ണന്മാരെയും രാധമാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്കും അങ്ങനെ താല്പര്യമായിരുന്നു. പിന്നെ അവിടെ ചെന്നിട്ടാണ് മാലയും വളയൊക്കെ ഇട്ടത് ഇങ്ങനെ ഒരുങ്ങിയത്. ശ്രീകൃഷ്ണ ജയന്തി ദിവസം എന്ന് പറയുന്നത് ഒത്തിരി കുഞ്ഞുങ്ങളെ ഒരുപാട് സന്തോഷത്തോടെ കാണുന്നൊരു ദിവസമാണ്. അവർ ആ ഒരു കണ്ണനായിട്ട് അണിഞ്ഞൊരുങ്ങുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷവും കാണുന്ന നമുക്കുണ്ടാകുന്ന സന്തോഷവും വളരെ വലുതാണ്. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളും ഇതുപോലെ രാധാവേഷം കെട്ടി അതിന് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം പട്ടുപാവാടയും ബ്ലൗസ് ഇട്ട് ഷോളൊക്കെ ചുറ്റി നിറയെ മാലയൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് നമ്മളെ അവർ ഒരുക്കുന്നു. നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടാകുന്നു. അതുപോലെയുള്ളൊരു ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ കുഞ്ഞുങ്ങളും ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന കാഴ്ച ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമൊക്കെ കഴിഞ്ഞുള്ള അമ്പലത്തിൻ്റെ ആ ഒരു ദൃശ്യമാണ്. എല്ലാവരും ഏകദേശം പോയി കഴിഞ്ഞിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ കുഞ്ഞിക്കണ്ണൻ ആ ഒരു അമ്പലത്തിൽ നിന്ന് പോരാനായിട്ട് താല്പര്യം കാണിക്കുന്നില്ല. ആൾക്ക് ഇപ്പോഴാണ് ഇച്ചിരിയോടെ സന്തോഷമായത്. കാരണം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവൾക്ക് അവളുടേതായൊരു ലോകം കിട്ടി. അതിലൂടെ ഓടി നടക്കാൻ പറ്റി. ഒരു വിധത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ആളെ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. അപ്പം നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.